അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഈ ഖുബൂരി പുരോഹിതന്മാരിൽ പലർക്കും ഈമാൻ കാര്യങ്ങളിലുള്ള വിശ്വാസം പോലും പിഴച്ചു പോയിട്ടുണ്ടെന്നും അതിൽ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ വിശ്വാസമായ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഇവർക്ക് പിഴവ്, കാതലായ ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത്. ഇനി ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തെ വിശ്വാസമാണ് മലക്കുകളിലുള്ള വിശ്വാസം. എന്താണ് മലക്കുകളിലുള്ള വിശ്വാസം? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മാത്രം വിധേയമായി പ്രവർത്തിക്കുന്ന, അള്ളാഹുവിനെ ഒരു നിലക്കും ധിക്കരിക്കാത്ത, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാത്ത, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതുപോലെ പ്രയോഗവൽക്കരിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അടിമകളാണ് മലക്കുകൾ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അവരൊരിക്കലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല. അവരോട് അള്ളാഹു കൽപ്പിക്കുന്നത് എന്താണോ ആ എന്ത് കാര്യവും അവർ ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മാത്രം വിധേയമായി പ്രവർത്തിക്കുന്ന സൃഷ്ടികളാണ് മലക്കുകൾ. എന്നാൽ ഈ സമസ്ത ഖുബൂരികൾ അവർ എഴുതിയുണ്ടാക്കിയ, അല്ലെങ്കിൽ അവരുടെ പൂർവികന്മാർ എഴുതിയുണ്ടാക്കിയ, അല്ലെങ്കിൽ ജൂതന്മാർ എഴുതിയുണ്ടാക്കി ഈ സമുദായത്തിലേക്ക് കടത്തിക്കൂട്ടിയ മാല, മൗലിദ്, കാല, കീല, പീറ കിതാബുകളിലടക്കം പറയുന്നത്, ആ കിതാബുകളുടെ ചുവട് പിടിച്ച് കറാമത്തുകൾ എന്ന പേരിൽ ഇവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന കഥകളിലുള്ളത് മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഔലിയാക്കൾ. ഇവർ ഔലിയാക്കൾ എന്ന സ്ഥാനപ്പേര് നൽകി കൊണ്ടു നടക്കുന്ന മാനസിക രോഗികളുടെ, അവരുടെ മുമ്പിൽ വിനീത വിധേയരായി പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മലക്കുകൾ. ഔലിയാക്കളെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഇവർ ഔലിയാക്കൾ എന്ന് പറയുന്ന മാനസിക രോഗികൾ. അത് സി എം മടവൂരാകട്ടെ, വേങ്ങര കോയപ്പാപ്പ ആകട്ടെ, അല്ലെങ്കിൽ അമ്പംകുന്ന് ബീരാനാകട്ടെ, ആരാണെങ്കിലും ഇവർ ഔലിയാക്കൾ എന്ന സ്ഥാനപ്പേര് നൽകി കൊണ്ടു നടക്കുന്ന, തലയിലേറ്റി നടക്കുന്ന, അരവട്ടും മുഴുവട്ടുമുള്ള ആളുകളെ പേടിച്ച് ഭയപ്പെട്ട് അവരുടെ കൽപ്പനകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സൃഷ്ടികളാണ് മലക്കുകൾ എന്നാണ് ഈ ഖുബൂരി പുരോഹിതന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് ഔലിയാക്കളുടെ കൂട്ടത്തിൽ കുതുബുകൾ ഉണ്ടാകും. ഓരോ കാലഘട്ടത്തിലും ഓരോ കുതുബുണ്ടാവും. ഒരു കാലഘട്ടത്തിൽ തന്നെ പല കുതുബുണ്ടാകും എന്ന് ഇവർ പറയാറുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു കുതുബാണ് സി എം മടവൂർ എന്ന മാനസിക രോഗി. അത്തരം കുത്തുബുകളുടെ കീഴിലായിരിക്കും മലക്കുകൾ എന്നാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നതോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി മാത്രം പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകളാണ് മലക്കുകൾ. ഇവർ പഠിപ്പിക്കുന്നത് ഈ കുത്തുബുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ മാനസിക രോഗം ഉള്ളവരും ഇല്ലാത്തവരുമായി ഇവർ കുത്തുബ് എന്ന സ്ഥാനപ്പേരിട്ട് വിളിക്കുന്ന ഔലിയാക്കൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ കീഴിലായിരിക്കും മലക്കുകൾ എന്നാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് കേട്ടു നോക്കുക. ആദ്യം തന്നെ ആദം നബി അലൈഹി സ്വലാം മുതൽക്കുള്ള ഓരോ നബിമാരും ആ കാലഘട്ടത്തിന്റെ കുത്തുബായിരുന്നു. പിന്നീട് ഈ ഉമ്മത്തിൽ വന്നപ്പോൾ അമ്പിയാക്കന്മാർ കഴിഞ്ഞപ്പോൾ പിന്നെ സിദ്ദീഖുൽ അക്ബർ തുടങ്ങിയ ആളുകളായി ആ സ്ഥാനത്തുള്ളവർ. അങ്ങനെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു, ഇങ്ങനത്തെ മഹാന്മാരൊക്കെ അഖ്വാബീങ്ങളാണ്. ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ആ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. അവരുടെ കീഴിലായിരിക്കും ആകാശലോകവും ഭൂമി ലോകവും മുഴുവൻ. ആ വലിയന്റെ കീഴിലായിരിക്കും. എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നത് ആ വലിയായിരിക്കും. മലക്കുകൾ വരെ ആ വലിയന്റെ ഭരണ കീഴിലായിരിക്കും. അപ്പൊ ഒരേ സമയത്ത് രണ്ട് കുത്തുബ് പറ്റൂല, ഒരു കുത്തുബേ പാടുള്ളൂ. എന്താ രണ്ട് കുത്തുബുണ്ടായാല് രണ്ട് കുത്തുബുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത്തിൽ കുത്തും പാരയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ. രണ്ട് പ്രധാനമന്ത്രി, രണ്ട് മുഖ്യമന്ത്രി ഒന്നും പറ്റുമല്ലോ. ഒരു കസേരയിൽ രണ്ടാൾ നിൽക്കാൻ പറ്റുമല്ലോ. അപ്പൊ മടവൂര് ജീവിച്ചിരുന്ന കാലത്ത് മടവൂരായിരുന്നു കുത്തുബ്. അന്ന് മലക്കുകളൊക്കെ മൂപ്പര കീഴിലായിരുന്നു. അന്ന് ജിബിരിയിൽ എന്ത് ചെയ്യണമെന്ന് മൂപ്പര് തീരുമാനിക്കും. മീക്കായിൽ എവിടൊക്കെ മഴ വർഷിപ്പിക്കണം എന്ന് മൂപ്പര് തീരുമാനിക്കും. മലക്കുൽ മൗത്ത് എവിടൊക്കെ റൂഹിനെ പിടിക്കണം എന്ന് മൂപ്പര് തീരുമാനിക്കും. മൂപ്പരെ തിട്ടൂരനുസരിച്ചാണ് അന്ന് മലക്കുകളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ മടവൂർ കുത്തുബിന്റെ സ്ഥാനം ഒഴിഞ്ഞു. അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മൂപ്പര് ഉത്തരവാദിത്തം രാജിക്കത്ത് കൊടുത്തിരുന്നോന്നറിയില്ല. പ്രായാധിക്യം മൂലം ഈ ഭാരിച്ച ഉത്തരവാദിത്തം തലയിലേറ്റി നടക്കാൻ എനിക്ക് സാധ്യമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് രാജിക്കത്ത് കൊടുത്തിരുന്നറിയില്ല. അത് മരിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കലായിട്ട് ഈ കുത്തുബ് എന്ന സ്ഥാനം നഷ്ടപ്പെട്ടതാണോന്ന് അറിയില്ല. എന്താ ഇരിക്കട്ടെ, മടവൂര് ജീവിച്ചിരിക്കുന്ന കാലത്ത് കുത്തുബ് മൂപ്പരായിരുന്നു. അന്ന് മലക്കുകൾ മൂപ്പര കീഴിലായിരുന്നു. ഇപ്പൊ 33 കൊല്ലമായിട്ട് ഈ വേക്കൻസി ഒഴിഞ്ഞെടുക്കട്ടോ, കുത്തുബിന്റെ വേക്കൻസി. അതഞ്ഞിപ്പോ ഏതെങ്കിലും അരപ്പിരി വട്ടുള്ള അലവലാതി ഈ കുത്തുബിന്റെ കുപ്പായിട്ടാണ് ഏതെങ്കിലും മൂലക്കിൽ ഇരിക്കുന്നുണ്ടോ? ഇനി ഓം വടിയതിന് ശേഷമാണ് മഹാനവർകൾ കുത്തുബായിരുന്നു എന്ന് ഇവർ പറയാനറിയില്ല. എന്തായാലും ഇപ്പൊ കുത്തുബോട് അറിയപ്പെട്ട കുത്തുബൊന്നുമില്ല. അപ്പൊ മലക്കുകളുടെ അവസ്ഥ എന്താ? ഇപ്പൊ ഈ തൽക്കാലമായിട്ട് മലക്കുകളെ നിയന്ത്രണമൊക്കെ അള്ളാനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ഇപ്പൊ മലക്കുകൾ അള്ളാഹിന്റെ കീഴിലാണ്. ഞാൻ അടുത്ത കുത്തുബ് വരുമ്പോ അള്ളാഹ് ആ കുത്തുബിനാണ് ഏൽപ്പിച്ചു കൊടുത്ത മലക്കുകൾ. എന്താണ് ഇവർ പറയണത്? ഇവർക്ക് എവിടുന്നാണ് ഈ ആശയം കിട്ടുന്നത്?
ഇതാണ് ഞാൻ പറഞ്ഞ സുഹൃത്തുക്കള്, ജൂതന്മാർ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ ജൂതന്മാർ, ആ ജൂതന്മാർ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ കൈ മുതലായ വിശ്വാസം, ഈമാൻ, അതിന്റെ കടക്കൽ കത്തിവെക്കാൻ വേണ്ടി കാലാകാലങ്ങളിലായി ഈ കുബൂരി പുരോഹിതന്മാരിലൂടെ എഴുതി ഉണ്ടാക്കിയ പീറ കിതാബുകളിലുള്ള കഥകളാണ് ഈ കുതുബും ഔസും ഈ വക കഥകളൊക്കെ, ഈ മായാവി കഥകള്. അത് കാലാകാലങ്ങളിലുള്ള പണ്ഡിത പുരോഹിതന്മാരിലൂടെ അവരിവിടെ നടപ്പിലാക്കും. അവരിങ്ങനെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇത് ഇവന്റെ മണ്ടി നിർത്ത് പറയുന്നില്ല, ഇവനെ പഠിപ്പിച്ച വലിയ ഉസ്താദിന്റെ വാദം തന്നെയാണ്, അതൊന്ന് കേട്ടു വെക്ക്. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം വലിയ നിയന്ത്രണമാണ്. അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, ഹയാത്തിന് ശേഷവും നിയന്ത്രിക്കും. മലക്കുകളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്. കേട്ടില്ല സഹോദരങ്ങളെ, വല്യുസ്താദിന്റെ വാദം. എങ്ങനെ ശിഷ്യന്മാര് നന്നാവുക? മലക്കുകൾ പോലും എവരാണ് നിയന്ത്രിക്കുന്നത്. അത് അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, മരണത്തിന് ശേഷം നിയന്ത്രിക്കുന്നു. അപ്പൊ മടവൂരിനായിരിക്കും ഇപ്പോഴും മലക്കുകൾ നിയന്ത്രിക്കണം കേട്ടോ. കാരണം അയാൾ 33 കൊല്ലം മുമ്പ് മരിച്ചുപോയി, കുത്തുബിന്റെ സ്ഥാനം ഇപ്പൊ നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴും മലക്കുകൾ നിയന്ത്രിക്കുന്ന മടവൂരിനായിരിക്കും ഇയാളെ വാദപ്രകാരം. എങ്ങനെ ശിഷ്യന്മാര് നന്നാവുക? ഇയാൾ ഈ മുസ്ലിം സമുദായത്തിനോട് ചെയ്ത ഈ വിശ്വാസപരമായി മുസ്ലിം സമുദായത്തിന്റെ, കേരള മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ഇയാൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഞാൻ നിരവധി ആയത്തുകൾ ഓതി എന്ന് കൊട്ടപ്പുറത്തുനിന്ന് അട്ടഹിച്ച മനുഷ്യനാണ് ഇയാള്. നബിയെ, മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട്, സമുദായത്തോട് ചോദിച്ചു നോക്കൂ. അപ്പൊ അവരോട് ചോദിക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കേരള ചരിത്രത്തിൽ ആദ്യമായി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ആയത്തോതിയ മനുഷ്യനാണ് ഈ കാന്തപുരം മൊയ്ലിയേര്. മനസ്സിലായോ? അതുവരെ കേരളത്തിലെ ഒരു സമസ്ത പുരോഹിതനും അത് പറയാൻ, അങ്ങനെ ഒരു ആയത്തോ അതാനുള്ള തൊലിക്കട്ടി കാണിച്ചിട്ടില്ല. എന്തൊക്കെ കുബൂരിസം, എന്തൊക്കെ ഖുറാഫാത്ത് പോലെ കയ്യിലുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വരും. ഇൻഷാ അല്ലാഹ് ഇയാൾ ചെയ്ത സേവനങ്ങള്. അപ്പൊ ഞാൻ പറയണത്, ഇയാൾ മലക്കുകളെ പോലും നിയന്ത്രിക്കുന്നത് മഹാന്മാരായ ഔലിയാക്കളാകുന്നു, എവരുടെ മരണശേഷവും അവർ നിയന്ത്രിക്കുന്ന ഇയാൾ പറഞ്ഞത്. അപ്പൊ അള്ളാന്റെ കയ്യിലൊന്നല്ല മലക്കുകളെ നിയന്ത്രണം. അത് ഇവരെ ഈ അലവലാദികളെ അരവട്ടുള്ള ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ മാനസിക രോഗികളുണ്ടല്ലോ, ഓലാണ് ജിബ്രീലിനെ നിയന്ത്രിക്കുന്നത്, മീകായിലിനെ നിയന്ത്രിക്കുന്നത്, മലക്കൽ മൗത്തിനെ നിയന്ത്രിക്കുന്നത്, മുൻകർ നക്കീറിനെ നിയന്ത്രിക്കുന്നത്. ഓല ആരടുത്ത് പോകണം, എന്തൊക്കെ ചെയ്യണം, ആരെ റൂഹ് പിടിക്കണം, എവിടൊക്കെ മഴ പെയ്യിക്കണം, എവിടൊക്കെ വഹിയായിട്ട് പോകണം എന്നൊക്കെ ഈ കോഴിക്കോട് ഇരിക്കണ മടവൂര് തീരുമാനിക്കും. അതാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക അല്ല കൗമേ. തമാശ പറയല്ല സുഹൃത്തുക്കളെ, മീകായിലിന് പോലും ഇവരെ വലിയ നേതാവിനെ പേടിയായിരുന്നു എന്നാ ഇവര് പ്രസംഗിച്ചിട്ടുള്ളത്. മീകായിലിന് ഇവരെ ഈ കേരളത്തിൽ നടക്കുന്ന ഇവരെ ഈ മൊല്ലുണ്ടല്ലോ, ഈ നീച്ചിക്കാൻ കൽപ്പില്ലാത്ത ചില മൊല്ലമാര്, അവരെ പേടിയായിരുന്നു മീകായിലിന് പോലും. കേട്ടു നോക്ക്. പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ആയിട്ടിന്ത് താജുൽ ഉലമ, മീകായിൽ പോലും പേടിച്ചിട്ടില്ലേ? ഇല്ലേ? ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. മീകായിൽ പോലും പേടിച്ചിട്ട് മല ഭരണ ചെന്നപ്പോൾ വന്നിട്ടില്ലേ, നിക്കോട് ചെന്നപ്പോൾ നിണ്ട്. ഇത്ര വില കറാമത്ത് കാട്ടിയ നേതാവാറുള്ളേ. അങ്ങനെ ഉള്ള നേതാവുടെ ശിഷ്യമാർ ചൊല്ലൊരു പവർ ഇണ്ട് നങ്ങ ഉണ്ടു. നങ്ങ താജുലോയുടെ മക്ക ആറ് എന്ത് ചൊന്നുണ്ടായെങ്കിൽ താജുലോയുടെ മക്കമേ. എങ്ങനെയുണ്ട് സഹോദരന്മാരെ? ഉളുപ്പില്ലാതെ പ്രസംഗിക്കാണ് സ്റ്റേജ് കെട്ടിയിട്ട് തലയെ കെട്ടിയ മല്ലമാര്. മീകായിലിന് പോലും താജുലുൽമാനെ പേടിയായിരുന്നു. ഏത് താജുലുമനോടോ? ഏത് താജുലുമ? നിങ്ങളെ ഉള്ളാളത്തെ ആ കുഞ്ഞിക്കോയ എന്ന് പറഞ്ഞ ചങ്ങായിനെ മീകായിൽ പേടിക്ക്. ഇവിടെ കേരളത്തിലെ സമസ്തക്കാർ പേടിച്ചിട്ടുണ്ടോ അയാളെ? നിങ്ങളെ മറുഭാഗത്തിക്കണ EK വിഭാഗം ഉണ്ടല്ലോ, അവര് പേടിച്ചിട്ടുണ്ടോ അയാളെ? എന്നല്ലേ മീകായില് അയാളെ പേടിക്കാൻ നിൽക്കുക. മീകായില് നിക്കണെന്ന് പറയാൻ നിന്നിട്ടില്ലേ, പയ്യനെന്ന് പറയാൻ പഞ്ചിത്തിട്ടില്ലേ? എവിടെയോടോ നിങ്ങൾ ഈ ഔലിയാക്കളൊക്കെ ഈ രണ്ട് പ്രളയം വന്ന സമയത്ത് പ്രളയം നിൽക്കട്ടെ, മഴ നിൽക്കട്ടെ എന്ന് പറയാൻ നിങ്ങൾ എവിടെയും? മീകായിൽ പേടിക്ക താജുൽ ഉലമനെ. ആരാണ് അയാള്? അയാൾ സ്റ്റേജ് കയറിക്കാണ്ടി അവസാന കാലത്ത് സ്റ്റേജ് കയറിക്കാണ്ട് കുറെ ബടായി ഇങ്ങനെ പൊട്ടിക്കുന്നല്ലാതെ അല്ലേ? അയാളാണ് സ്വന്തം ഉസ്താദിനെ ഈക്കനെ കാഫർ എന്ന് പറഞ്ഞ് പരസ്യമായി സ്റ്റേജിൽ വന്ന് വിളിച്ച ആള്. അതിന്റെ പേരിലുള്ള പുകിലൊന്നും കേരളത്തിൽ കെട്ടണങ്ങിയിട്ടില്ല. അതിന്റെ പേരിൽ ഈ EK വിഭാഗത്തിന്റെ ആളുകൾ എത്ര ഇയാളെ തെറി പറഞ്ഞിട്ടുണ്ട്, എത്ര ഇയാൾക്ക് ഇതിനെ പ്രസംഗിച്ചിട്ടുണ്ട്. മീകായിൽ പേടിച്ച താജുൽ ഉലമനെ. എന്താ അയാളെ ക്വാളിറ്റി? അയാളൊക്കെ ആക്കിപത്ത് എങ്ങനെയായിരുന്നു ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണ്ട, മനസ്സിലായോ? ഞങ്ങ താജുൽ ഉലമന്റെ മക്ക, അതിനെന്നെ പറ്റുള്ളൂ നിങ്ങളെ താജുൽ ഉലമന്റെ മക്കാകാന്.
അല്ലാതെ ഇസ്ലാമിന്റെ മക്കളാകാൻ നിങ്ങൾക്കുള്ള ക്വാളിറ്റി ഇല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ആനേഷുമാരി കണക്ക് സെൻസസ് എടുക്കുമ്പോഴേ മുസ്ലിം എന്നുള്ള കോളത്തിൽ ഒരു ടിക്കറ്റാന്നല്ലാതെ നിങ്ങളും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധാടോ? നിങ്ങളെ വിശ്വാസം പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം തമ്മിൽ എന്ത് ബന്ധാ? മീക്കായിൽ പേടിക്ക താജുൽ ഉലമ ഞങ്ങളെ ഉള്ളാൾ തങ്ങളെ അല്ലേ? ഉളുപ്പുണ്ട ചങ്ങായിമാരെ ഞങ്ങൾക്ക് ഇതൊക്കെ പ്രസംഗിക്കാൻ സമുദായത്തിന്റെ മുമ്പിൽ എന്താ നിങ്ങളെ വിശ്വാസം? മലക്കുകളുടെ വിശ്വാസം തൊടുകള്. സഹോദരങ്ങൾ, ഇത്രത്തോളം പഴച്ച വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് അഹ്ലുസുന്നത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്നത്. മലക്കുകൾ എന്ത് ചെയ്യണമെന്ന് ഇവര് തീരുമാനിക്കും, പല മൊല്ലമാര് തീരുമാനിക്കും, പല അരപ്പിരി വട്ടുള്ള ഔലിയാക്കൾ എന്ന് പറയുന്ന മാനസിക രോഗികൾ തീരുമാനിക്കും. മടവൂരാണ് ഏർപ്പാടാക്കുക മലക്കുകൾ എന്തൊക്കെ ചെയ്യണമെന്ന്. കാന്തപുരത്തിന്റെ സിഹിർ ബാത്തിലാക്കാൻ ഞാൻ മലക്കുകൾ ഏർപ്പാടാക്കിയിരിക്കുന്നു. മടവൂരിലെ പിരാന്തൻ കേട്ടോക്കി. ആ തങ്ങള് അവേലത്തെ മൂത്ത തങ്ങളുടെ മകന് ബഹുമാനപ്പെട്ട ശൈഖുനെ ഇടക്കിടക്ക് കാണാൻ പോകാറുണ്ട്. കാണുന്ന സമയത്തൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുന ഖുതുബുൽ ആലം അവേലത്തെ തങ്ങളുടെ മൂത്ത തങ്ങളുടെ മകൻ കാണാൻ പോകുന്ന സമയത്തൊക്കെ ഉടൻ അന്വേഷിക്കും, തങ്ങന്മാരെ പറ്റി ചോദിക്കും. അതുപോലെ തന്നെ ശൈഖുന സുൽത്താൻ ഉലമയാകുന്ന ഉസ്താദിനെ പറ്റി ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് AP എവിടെയുണ്ട്, AP അബൂബക്കർ മുസ്ലിയാർക്ക് എന്തൊക്കെ വിശേഷം? സന്തോഷം തന്നെയാണ്. ഉടനെ പറയുകയാണ് ശൈഖുന ഈ അവേലത്തെ മൂത്ത തങ്ങളുടെ മകനോട് പറയുകയാണ്, എന്താ പറയുന്നത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ധാരാളം ആളുകൾ സിഹർ ചെയ്യുന്നുണ്ട്. ആ സിഹറുകൾ ബാത്തിലാക്കാൻ മലക്കുകളെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ധാരാളം ആളുകൾ സിഹർ ചെയ്യുന്നുണ്ട്. ആ സിഹർ ബാത്തിലാക്കാൻ മലക്കുകളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മടവൂരെ സമുദായത്തിന് വേറെ പണിയെത്തില്ല. ഇയാൾക്കെതിരെ ഇന്നിങ്ങനെ സിഹർ ചെയ്യാനുള്ള സമുദായത്തിന് പണി. അങ്ങനെ ഇയാള് ഇങ്ങനെ സിഹർ ഇങ്ങനെ ഓരോ സിഹർ നാനാ ഭാഗത്തുനിന്നും ലോകത്തിന്റെ നാനാ ഭാഗത്തുനിന്നും ആൾക്കാർ ഇങ്ങനെ കാന്തപുരത്തിന് സിഹർ ചെയ്യുക. ഇവിടെ മലക്കുകൾ അതിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, മടവൂര് ഏൽപ്പിച്ച സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ മലക്കുകൾ കാന്തപുരത്തിന് വേണ്ടി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ. ആരാ ഇയാള്? ഈ മടവൂരാരാ? കാന്തപുരത്തിന് സിഹർ ചെയ്ത സംഭവം, ആ സിഹറിന്റെ ചരിത്രം, അത് കാന്തപുരത്തിന് തട്ടിയോ, അത് എങ്ങനെയൊക്കെ തട്ടിയെന്നൊക്കെ ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കുറെ ക്ലിപ്പുകൾ നമ്മളേക്കുണ്ട്, അതുമായി ബന്ധപ്പെട്ട സിഹറിന്റെ ക്ലിപ്പുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ നമ്മൾ വരുന്നുണ്ട്. ചുരുക്കി പറയാം, കാന്തപുരത്തിന് സിഹർ തട്ടാതിരിക്കാൻ വേണ്ടി ഇയാൾ മലക്കുകൾ ഏൽപ്പിച്ചു. അപ്പൊ സുഹൃത്തുക്കള്, മലക്കുകളെ ഓരോ ഡ്യൂട്ടിക്കും ഓരോ കാര്യത്തിനും അള്ളയാണ് ഏൽപ്പിക്കല്. അത് ഇവരെ ഔലിയാക്കൾ എന്ന് പറയുന്ന മാനസിക രോഗികളോ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മലക്കുകൾ. ഇതാണോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം? അതല്ല നിങ്ങളെ ഈ അരപ്പിരി ലൂസുള്ള വട്ടന്മാരുടെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്നവരാണ്, നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ എന്നത് പിഴച്ച വിശ്വാസമാണ്. അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. അത് ജൂതൻ നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ഈ മണ്ടരി ബാധിച്ച മസ്തിഷ്കത്തിലേക്ക് കടത്തിവിട്ട വിശ്വാസമാണത്. ഇസ്ലാമിന്റെ വിശ്വാസം നല്ലത്. അപ്പൊ അതങ്ങനെ. അടുത്തത് ജിബ്രീലും മീക്കായിലും സ്വർഗ്ഗേറ്റ് അടക്കുകയാണ് മടവൂരിന്റെ അടുത്തേക്ക്, എങ്ങനെയെങ്കിലും സ്വർഗത്ത് കയറ്റാൻ വേണ്ടി. പിന്നെ ഒരു ദിവസം ആ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വീട്ടിലെ കട്ടിൽമ ഇങ്ങനെ കിടക്കാണ്. കട്ടിൽമ കിടക്കുമ്പോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ജനലിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ശൈഖുന പറഞ്ഞു, വഅലൈക്കും അസ്സലാം. ആരോടൊപ്പം ഈ വഅലൈക്കും അസ്സലാം എന്നല്ല, നമ്മൾ പള്ളിക്കാട്ടിക്ക് സലാം പറയുന്നത് അസ്സലാം വലൈക്കും അങ്ങോട്ട് പറയലുള്ളത്. ഇപ്പൊ വഅലൈക്കും അസ്സലാം ഇങ്ങോട്ട് പറയാം. ആരാ പറഞ്ഞത്? വല്ല വൃത്തമുണ്ട്? ഒരു വൃത്തമില്ല. ഇയാളോട് പറഞ്ഞ അവിടെ പുറത്ത് രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്, അവരോട് പോയി നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും. അപ്പൊ ഇയാൾ ഇങ്ങനെ കട്ടിൽ വന്ന് കിടക്കുന്ന റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ ചെരുക്ക് വരണല്ലോ, അപ്പുറത്തെ സെടുക്ക്, വീടിന്റെ അപ്പുറത്തെ സെടുക്ക് വരണം. അപ്പൊ ഇയാൾ ഇങ്ങനെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ആ സൈഡിലേക്ക് വളരണ മൂലക്ക് എത്തിയപ്പോ ഇയാൾ അവിടെ കുഴഞ്ഞു വീണു, പിന്നാട് പോകാൻ കഴിഞ്ഞു. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ കൂടി ഇയാളെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ ശൈഖുന വീണ്ടും പറയുന്നുണ്ട്, അത് അവിടെ രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്, എല്ലാവരും പോയി അവരോട് സ്വർഗം തരാൻ പറയും, നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും. എല്ലാവരും പോകുന്നുണ്ട്. ഓ, ആര് പോയാലും ഈ മൂലക്കെത്തി അവിടെ കുഴഞ്ഞു പോകും. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ കഴിയും. ഈ നിൽക്കുന്ന ആൾക്കാർ ആരും കാണില്ല. എല്ലാം കഴിഞ്ഞപ്പോഴേ ശൈഖുന വഅലൈക്കും അസ്സലാം അവർ പോയി നോക്കി. അപ്പൊ ഇയാൾ ചോദിച്ചു, ആരെ പോയി ചോദിച്ചു. അത് എന്റെ രണ്ട് പട്ടാളക്കാരായിരുന്നു. ഇയാളിപ്പോ ഒരു പാട്ടു ജാഹിലല്ല, ഇയാൾക്ക് എന്ത് ചോദിക്കല്ലോ, നമ്മളെ മാതിരിയല്ല. അയാൾ ചോദിച്ചാൽ അതിപ്പോ ആരൊക്കെ പട്ടാളക്കാർ പറഞ്ഞാലും. അപ്പൊ ശൈഖുന പറഞ്ഞത് ജിബ്രീലും മീക്കായിലുമായിരുന്നു. സഹോദരങ്ങളെ, തലക്ക് വെളിവില്ലാത്തൊരു മനുഷ്യൻ എന്തൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയും. അങ്ങനെ മടവൂർ എന്തോന്ന് പറഞ്ഞ് ആ വീടിന്റെ ബാക്കിൽ രണ്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ഈ ഹാലൂസിനേഷൻ എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഈ മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് രണ്ട് ആളുണ്ട് തോന്നും, ഇപ്പുറത്ത് രണ്ട് ആനകളുണ്ട് തോന്നും, ഇപ്പുറത്ത് രണ്ട് കരടി ഉണ്ട് തോന്നും, ബാക്കിൽ നിന്ന് രണ്ട് സിംഹം ചാടാൻ നിൽക്കിട്ട് തോന്നും. ആ തോന്നലിന്റെ പേരാണ് ഈ അസുഖം, ഈ ഹാലൂസിനേഷൻ. നിങ്ങൾ വിലായത്ത് എന്ന് പറയും, സാധാരണക്കാർ എന്തായാലും പിരാന്ത് എന്ന് പറയും. അങ്ങനെ വീടിന്റെ ബാക്കിൽ രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും പോയി സ്വർഗം ചോദിച്ചോളി, വണ്ടി ചെല്ലി സ്വർഗം.
എന്താണ് ഈ സ്വർഗം? അത് എങ്ങനെ കിട്ടുന്നതാണ്? അപ്പൊ എല്ലാരും പോയി നോക്കി, സ്വർഗം കിട്ടില്ല. ഓസിക്ക് വലിയ നയിപ്പൊന്നും ചെയ്യാതെ സ്വർഗം കിട്ടാൻ വേണ്ടി നടക്കുന്ന ടീമാണ് ഈ കൗമ്, ഈ കുബൂരി കൗമ്. എങ്ങനെ നിസ്കരിച്ചിലും വേണ്ടി നോൻപോറ്റിലും വേണ്ടി സ്വർഗം കിട്ടണം, അതിനുള്ള കുറുക്കുവയും തപ്പി നടക്കുന്ന കൗമാണ്. ആ കൗമിന്റെ അടിയിലാണ് ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞ മാനസിക രോഗികളൊക്കെ വന്ന് കണ്ട് സ്ഥാനർപ്പിക്കല്. ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗം തരോ, ഞങ്ങളെ പിന്നാലെ കൂടിക്കോളി, ഞങ്ങളെ കാല് നോക്കിക്കോളി, ഞങ്ങളെ കൈ മുത്തിക്കോളി, ഞങ്ങളെ മലെടുത്ത് കണ്ട മേത്ത് പരട്ടിക്കോളി, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ്. അപ്പൊ ആ കൗമിനോട് പറയണേ അവിടെ പോയി സ്വർഗം വാങ്ങിക്കോളി. അതിനെല്ലാരും പോയി കണ്ട് ബോധം കെട്ട് വീഴാണ്. അപ്പൊ അവസാനം വലൈക്കും അസ്സലാം. എന്താ കേസ്? അത് ജിബ്രീൽ എന്റെ 2 പട്ടാളക്കാരാണ്. അപ്പൊ എന്റെ ഇയാളെ 2 പട്ടാളക്കാർ, ഈ മടവൂരിലെ ഈ പിരാന്തന്റെ 2 പട്ടാളക്കാർ. ആര്? ജിബ്രീലും മീകായിലും. അള്ളാന്റെ പട്ടാളക്കാരൊന്നുമല്ലത്. അപ്പൊ ഒരു സ്വർഗത്തേക്ക് സ്വർഗം ഇങ്ങനെ ആരെങ്കിലൊക്കെ മേത്ത് സ്വർഗം വെച്ച് കിട്ടണ്ടേ? എന്താ ഈ പറയണത്? നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഈ ബംഗാളികളെ പിടിച്ചാൻ വേണ്ടി ഡെയിലി റെന്റിന് 500 റുപ്യ അല്ലെങ്കിൽ ഓരോരുത്തരെ പിടിച്ചു കണ്ട് ഇങ്ങനെ ബിൽഡിങ്ങിന്റെ കോലത്തിൽ പല ഷെഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർ. ഇപ്പൊ ഇങ്ങനെ ആളുകളെ പിടിക്കാൻ വേണ്ടി നിൽക്കണ്. അതേമാതിരി കിട്ടുന്ന സാധനമാണോടോ ഈ സ്വർഗം എന്ന് പറഞ്ഞ സാധനം തന്നെ. അത് മടവൂരിലെ പിരാന്തന്റെ മുമ്പിൽ ഓശാരം വെച്ച് തളികയിൽ വെച്ച് കൊണ്ടെടുക്കുന്ന സാധനമാണോ ഈ സ്വർഗം? അതൊരു മനുഷ്യന്റെ ഈമാൻ നന്നാകുമ്പോൾ, അവന്റെ കർമ്മങ്ങൾ നന്നാകുമ്പോൾ, അവന് ഇഖ്ലാസ് ഉണ്ടാകുമ്പോ അള്ളാഹ് കൊടുക്കുന്ന ഔദാര്യമാണ് സ്വർഗം. മനസ്സിലായോ? അപ്പൊ സ്വർഗം തരാൻ പറയുന്നത് ഇങ്ങനെ അവിടെ ജിബ്രീൽ മീകായിൽ സ്വർഗേറ്റ് നടക്കുക. മടവൂരിന്റെ പിന്നാലെ നടക്കുന്ന പിരാന്തന്മാരുണ്ടല്ലോ, ഈ മുഴുവട്ടുള്ള മടവൂരിന്റെ പിന്നാലെ നടക്കുന്ന അരവട്ടന്മാരായ ഈ കൗമുണ്ടല്ലോ, ആ കൗമിന് സ്വർഗം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക ജിബ്രീലും മീകായിലും. എന്താണ് സ്വർഗം? എന്താണ് ജിബ്രീലും മീകായിലും? എന്താണ് മലക്കുകൾ? എന്താണ് ഇസ്ലാമിക വിശ്വാസം? നിങ്ങൾക്ക് എന്താണ് അറിയാം? പരിശുദ്ധ ഇസ്ലാമിന്റെ ബാലപാഠത്തെ കുറിച്ച് അറിയുന്ന ഒരു മൊല്ലങ്ങളെ കൂട്ടത്തിലുണ്ടോ? അതങ്ങനെ. ഇനിയോ മലക്കുകൾ, അള്ളാഹുവിന്റെ ദീന, ഈ പരിശുദ്ധ ദീന ഒരു പവിത്രത ഉണ്ട്. അതിലെ വിശ്വാസങ്ങൾക്ക് ഒരു പവിത്രത ഉണ്ട്, അതിലെ ആചാരങ്ങൾക്ക് ഒരു പവിത്രത ഉണ്ട്, ഒരു സംശുദ്ധിയുണ്ട്, ഒരു മനോഹാരിതയുണ്ട്, ഒരു ശുദ്ധിയുണ്ട്. ഇവരോ വൃത്തിയില്ല, വെടിപ്പല്ല. വിശ്വാസങ്ങൾക്ക് ശുദ്ധിയില്ല, വെടുപ്പുമില്ല, വൃത്തിയില്ല, പവിത്രതയില്ല, ഒരു മഹത്തരവുമില്ല. മലക്കുകൾ മടവൂരിന്റെ തുപ്പലം കിട്ടാൻ വേണ്ടി കൈയാട്ടി നടക്കുകയാണ്. ഈ ജൂതചാരന്മാര് പ്രസംഗിക്കാണ്. കേട്ടു നോക്ക്. വലത്തോട് തുപ്പാൻ പാടില്ല, നമ്മുടെ ഹക്കിൽ അത് ബാധകമാണ്. അതേ സമയത്ത് ശൈഖുന മടവൂരിലേക്ക് അത് ഫിറ്റാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവരുടെ തുപ്പലിനിക്ക് മലായിക്കത്ത് വരെ കൈക്കോ കാണിച്ചു നിൽക്കുകയാണ്. അത്രയും ഷറഫാക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രതിനിധിയാണത്. സുഹൃത്തുക്കളെ, എന്താണ് ഇവനൊക്കെ നമ്മൾ വിളിക്കേണ്ടത്? ഇവനൊക്കെ ഏത് കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ഏത് ദീനിലാണ് ഇവനെ കൊണ്ടേ തിരുകേണ്ടത്? നമ്മളെ ഷറവൊന്നും നമ്മളെ നിയമമൊന്നും മടവൂരിന് ബാധകല്ല. അത് ശരി തന്നെയാണ്. കാരണം സ്വയബുദ്ധിയുള്ള ആളുടെ ഒരു ശരീഅത്ത് നിയമങ്ങളും പിരാന്തന് ബാധകല്ല. അങ്ങനെ പറയാം, അങ്ങനെ ക്ലിയർ ആയിട്ട് പറയണത്. മനസ്സിലായോ? നമുക്ക് നിസ്കരിക്കണം, മടവൂര് നിസ്കരിക്കണ്ട, കാരണം വട്ടാണല്ലോ. നമുക്ക് നോമ്പ് വിൽക്കണം, മടവൂരിന് നോമ്പ് വിൽക്കണ്ട, കാരണം തനി പിരാന്താണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവറത്ത് മറച്ച് നടക്കണം, മടവൂരിന് തുണി കഴിച്ചിട്ട് കണ്ട് കാറ്റി പൊള്ളിച്ച് നടക്കാം. മനസ്സിലായോ? കാരണം വട്ടല്ലേ. പക്ഷെ ആ മടവൂരിന്റെ തുപ്പലിനും വേണ്ടി മലക്കുകൾ കൈ നീട്ടി എന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിക്കുമ്പോ ഇത്രത്തോളം മലക്കുകളെ നിന്ദിക്കുന്ന വാചകം എന്തോട് വേറുള്ളത്? ഈ കോഴിക്കോടുള്ള ഇച്ചങ്ങായിന്റെ തുപ്പലിനും വേണ്ടി മലക്കുകൾ കൈ നീട്ടി നടക്കുക. ഇങ്ങളൊക്കെ കുറിച്ച് നടന്നോളൂ. ഞങ്ങളെ കാന്തപുരം നടന്നിരുന്നു, മടവൂരിന്റെ തുപ്പലിനും വേണ്ടി നടന്നിരുന്നു, ഞങ്ങളെ മറ്റേ മടവൂരിന്റെ മലത്തിനും വേണ്ടി നടന്നിരുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. നിങ്ങളത് പറയും ചെയ്യും. മടവൂരിന്റെ മല എടുത്ത് കണ്ട മേത്ത് തേക്കും ചെയ്യും, അത് വാരി തിന്നും ചെയ്യും. അത്രത്തോളം വൃത്തികെട്ട നശിച്ച കൗമാണ് നിങ്ങൾ, ഈ പുരോഹിത വർഗം. ഞങ്ങൾക്ക് വിരോധമല്ല. പക്ഷെ അള്ളാഹുവിന്റെ പരിശുദ്ധ മലക്കുകളെ കുറിച്ച് ഞങ്ങൾ ഈ പറയണത്. ആ ബോധം നിങ്ങൾക്ക് വേണം. മനസ്സിലായോ? സമുദായത്തിന് ആ ബോധമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. അതുകൊണ്ടുള്ള ഈ പറഞ്ഞ വഷളത്തരങ്ങൾ ഇതൊക്കെ ഒരു വർഷം മുമ്പ് പറഞ്ഞ വഷളത്തരങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ഇപ്പൊ പറയാൻ നാവ് പൊന്തുപോലെ പലയിടത്തും. സമുദായത്തിന് ബോധം വന്നുകൊണ്ടാണിത്. ഇനി സുഹൃത്തുക്കളെ, ഇവർ ഔലിയാക്കളെ മാത്രം പേടിച്ചാൽ പോരാ മലക്കുകള്. ആനനെ മാത്രം പേടിച്ചാൽ പോരാ, ആനപ്പിണ്ടത്തിനും പേടിക്കണം, ആനന്റെ മൂത്രത്തിനും പേടിക്കണം. അതവസ്ഥ. ഇവരെ വലിയൊരു സൂഫി ഉണ്ടായിരുന്നു, അബൂ യസീദുൽ ബിസ്താമി. ആ അബൂ യസീദുൽ എല്ലാ സൂഫിയാക്കളെയും എല്ലാ ഔലിയാക്കളെയും മലക്കുകൾക്ക് പേടിയുള്ളൂ. അത് മാത്രം പോരാ, മുരീദന്മാരും പേടിക്കണം. ആ അബൂ യസീദുൽ ബിസ്താമിന്റെ ഒരു മുരീദിന്റെ കഥ പ്രസംഗിക്കുന്നത് കേട്ടു നോക്കി നിങ്ങൾ. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ശിഷ്യൻ പറയുന്നു, മഹാനവറുകളെ കണ്ടവരാരും നരകത്തിൽ കടക്കൂല എന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ട്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാര് ഖബറിലുള്ള മുൻകർ നകീർ അലൈഹിമസ്സലാം
മാലാകമാരെ ചോദ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഒരു ശിഷ്യൻ പറഞ്ഞു, എന്റെ ഖബറിലേക്ക് മലക്കുകൾ വന്നാൽ ഞാൻ അവരെ ഖബറിൽ നിന്ന് തിരിച്ചയക്കുന്നതാണ്. ആ ശിഷ്യനോട് ആ സദസ്സിലുള്ള മറ്റുള്ള ശിഷ്യന്മാര് ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾ ഖബറിൽ നിന്ന് മലക്കുകളെ തിരിച്ചയക്കുന്നത് ഞങ്ങൾക്കറിയാൻ കഴിയും? ആ മഹാൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോയി ഖബറടക്കിയാൽ എന്റെ ഖബറിന്റെ പരിസരത്ത് നിങ്ങൾ ചുറ്റും കൂടി നിന്നോ. ഖബറിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിയുന്നതാണ്. ആ മഹാനരായ അബൂ യസീദുൽ ബിസ്താമി തങ്ങളെ ശിഷ്യന്റെ മൗത്ത് സംഭവിച്ചു. അവിടുത്തെ മയ്യത്ത് കുളിപ്പിച്ച് നിസ്കാരം കഴിച്ച് ഖബറടക്കിയപ്പോ അന്നത്തെ സദസ്സിൽ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ആളുകൾ അതാ ഖബറിന്റെ സമീപത്ത് ചെന്നു നിൽക്കുകയാണ്. ഖബറിൽ മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ഉടനെ ഖബറാളിയാകുന്ന ആ മഹാൻ മറുപടി കൊടുക്കുന്നു, മലക്കുകളെ, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? ഇന്നി ഖദ് ഹമൽതു ഫർവത അബീ യസീദുൽ ബിസ്താമി. ഞാൻ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമായി നടന്ന ആളാണ്. എന്റെ ചുമലിലേക്കൊന്ന് നോക്കൂ. അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ഭാണ്ഡം പേറി നടന്നതിന്റെ തഴമ്പു കാണാം. അല്ലാഹുവിനെ അറിഞ്ഞ മഹാനവറുകൾക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിതം കഴിച്ചു കൂട്ടിയ എന്നോടാണോ മൻ റബ്ബുക എന്ന് ചോദിക്കാൻ വന്നിരിക്കുന്നത്? വമൻ നബിയുക എന്ന് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വിശ്വാസമുള്ള എനിക്ക് ആ വിശ്വാസം ഉറപ്പല്ലേ? എന്റെ ഖബറിൽ നിന്നൊന്ന് തിരിച്ചു പോകൂ. സഹോദരങ്ങളെ, കേട്ടു നോക്കണം. ഇതൊക്കെ നെഞ്ചിടിപ്പോടല്ല അങ്ങ് കേൾക്കാൻ കഴിയൂല. എന്താ നീ പറയണത്? അബൂ യസീദുൽ ബിസ്താമി എന്നുള്ള സൂഫി, അയാൾ പറഞ്ഞിരുന്നല്ലോ, എന്നെ കണ്ടവർ ആരും നരകത്ത് കിടക്കൂല. അത് മടവൂരിനെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അബൂ യസീദുൽ ബിസ്താമിന്റെ ഒരു ശിഷ്യൻ, ഞാൻ പറഞ്ഞത് ആന പേടിച്ച പോലെ ആനപ്പിണ്ടത്തിന് പേടിക്കണം മലക്കേക്ക്. ഇവരെല്ലാം ഇവിടെ കൂടി ഇങ്ങനെ ബടായി എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം പൊട്ടിച്ചൊരു ബടായിന്ന്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ അടുത്ത് മുൻകർ നക്കീർ വന്നു കഴിഞ്ഞാൽ ഞാൻ വല്ല കെച്ചപ്പ് അടിക്കും. ഒരു തിരിച്ചു പോയി എളിബരായി തിരിച്ചു പോകുന്ന നിങ്ങൾക്ക് കാണാൻ. അപ്പൊ മറ്റേ മൊയ്ന്താൾ ചോദിക്കുകയാണ്, അതെങ്ങനെ ഇപ്പൊ ഞങ്ങൾ അറിയാം? ഞാൻ മരിച്ച ദിവസങ്ങളെല്ലാം ഇവിടെ ഖബറിനെ മുഴുക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ മരിച്ച് ആ ദുരന്തം ഭൂമി നോഞ്ഞിട്ടി. അങ്ങനെ എല്ലാം കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ട് ഇയാളെ കൊണ്ടുപോയി കണ്ട് കുഴിച്ചിട്ടെന്ന് മാത്രമല്ല, മറ്റേ മൊയ്ന്താളുണ്ടല്ല ഒരു പണിയില്ല ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ ബടായി പറഞ്ഞിരിക്കുക എന്നല്ലാതെ. മറ്റേ പിന്നാന്ത് അങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ, പോയി വെക്കാറും കണ്ട് തലക്ക് ഒളിവില്ലാത്ത എല്ലാം കൂടെ പോയി രാത്രി ഖബർസ്ഥാനില് പോയി ഇങ്ങനെ കാതോർത്ത് നിൽക്കണം. ഇങ്ങനെ രഹസ്യ ഇതിങ്ങനെ പുറത്തിങ്ങനെ ചില അമ്മായിമാരുണ്ടല്ല, മരക്കളെ പിന്നെ കുരുത്താൻ കെട്ട അമ്മായിമാരും മരുകളെ മോന്റെ ബാധന്റെ അവിടെ ഇങ്ങനെ ചോടിച്ചേക്കണമാരിങ്ങനെ ഇയാളിങ്ങനെ ഈ മോയന്താളൊക്കെ ഇവിടെ ചോട് എന്താ ഇവിടെ ഉള്ളിൽ നടക്കണത്, എന്താ സംസാരം ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. ആ മലക്കുകളൊന്നും കണ്ട് മൻ റബ്ബുക്ക ഒറ്റ മനസ്സിലായെന്നെ ഞാൻ ആരാൻക്കറിയോ? എന്നിട്ട് എന്റെ കളി എന്നോടാ എന്റെ മൻ റബ്ബുക്ക, ഞാൻ അബൂ യസീദുൽ ബിസ്താമിന്റെ ശിഷ്യനാടോ. ആ മലക്കുകൾ ഗെറ്റ് ഔട്ട്, മലക്കുകളോട് പോ, പുറത്തു പോ, എന്നോടാ ചോദിക്കണേ. അപ്പൊ മലക്കുകൾ ഇളിപ്പരായി പോയി, സോറി ആള് മാറിയതാണ് എന്ന് പറഞ്ഞിട്ട് പോയി എന്നാണ് ഈ പറയണത്. നമുക്ക് എന്താ ഈ പറയണത്? ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ചില വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തെങ്കിലും വല്ല കേസ് അന്വേഷണത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ മന്ത്രിന്റെ അഞ്ചനാണോടോ, എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം ജയിക്കണോ? ഞാൻ MLA അളിയാനാടോ? പോടുന്ന പറഞ്ഞാൽ തൊപ്പിയാൻ തോർപ്പിക്കുന്ന തൊപ്പി തെറിപ്പിക്കും, സർവീസിൽ ഇരിക്കണം എനിക്ക് പോടുന്ന പറഞ്ഞ ആട്ടുമല്ലോ. അതുപോലെയാണ് ഇവര് മലക്കുകളെ കുറിച്ച് പറയണത്. എന്താണ് ഇവർക്ക് മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം? സഹോദരങ്ങള്, പിഴച്ചിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് ഈമാൻ കാര്യങ്ങളുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ? അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ? മലക്കുകളിലുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ? ആരാ മലക്കുകൾ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്ന മലക്കുകൾ. ഇവര് അബൂ യസീദുൽ ബിസ്താമിനും പേടിച്ചാ പോരാ, ബിസ്താമിന്റെ ശിഷ്യന്മാരും പേടിക്കണം എന്ന് പറഞ്ഞാല് അങ്ങനെ ചോദ്യം ചെയ്യാതെ മടങ്ങിപ്പോയി മലക്കുകള്. സുഹൃത്തുക്കളെ, ഈ വിശ്വാസം ഇത് പ്രചരിപ്പിച്ച് പ്രസംഗിച്ച് എവിടെത്തി കൗമിന്റെ അവസ്ഥ എന്നറിയോ? അങ്ങനെ അബൂ യസീദുൽ ബിസ്താമിനെ മാത്രം പേടിച്ചാൽ പോരല്ല മലക്കുകളെ. അങ്ങനെ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളെ കൽപ്പന പ്രകാരം മാത്രം നടന്നാൽ പോരല്ല മലക്കുകൾ, ജിബ്രീലും മീകായിലും. മടവൂരിന്റെ കൽപ്പന പ്രകാരം മാത്രം നടന്നാൽ പോരല്ലോ ജിബ്രീലും മീകായിലും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ മാതിരി ഓലെ പിന്നാലെ മൂടും മണത്ത് നടക്കണം നമ്മളുണ്ടല്ലോ, നമ്മൾ വിളിച്ചോടത്തും മലക്കുകൾ വരണല്ലോ എന്നാ കൗമിന്റെ ധാരണ.
അങ്ങനെ മലക്കുകളൊക്കെ ഇവിടെ കൂട്ടം കൂടി നിങ്ങളുടെ ഹാജറാക്കണ രംഗം കണ്ടോ നിങ്ങൾ. ജിബ്രീലിനും മീകായിലിനും ഇസ്രാഫീലിനും എല്ലാം ഭാര്യ പിടിച്ച് ഹാജറാക്കണ രംഗം. حاضرون حاضرون جبرائيل حاضرون 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 في مجلس الحاضرون حاضرون حاضرون ميكائيل حاضرون 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 في مجلس الحاضرون حاضرون حاضرون إسرافيل حاضرون 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 في مجلس الحاضرون حاضرون حاضرون عزرائيل حاضرون 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 في مجلس الحاضرون حاضرون حاضرون منكر نكير حاضرون 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 في مجلس الحاضرون. കണ്ടില്ലേ സഹോദരങ്ങളെ, സമുദായത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് കുറെ തലയെ കെട്ടിയൊരു മൂട്ടില് മുളക് വെച്ചമാര് തുള്ളു കിടന്നിട്ട് ഹലിറു ഹലിറു ജിബ്രീൽ ഹലിറു 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 മികായിൽ ഹലിറു 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 ഇസ്രാഫീൽ ഹലിറു എല്ലാ മലക്കുകളെയും അവിടെ കിടന്ന് ഹാജരാക്കാണ്. എന്നിട്ട് ഹാജരാക്കിയിട്ട് എന്താ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് മാളൊന്നും അറിയാം. വിലക്കെ പിടിച്ച് ഹാജരാക്കിയിട്ട് എന്താ നിങ്ങളെ ഉദ്ദേശം? അതും മാള ഞങ്ങൾക്കൊന്നും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. അപ്പൊ മടവൂരിന്റെയും മറ്റുള്ള മഹാന്മാരായ ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ മാനസിക രോഗികളുടെ അടുത്തേക്ക് മാത്രം വന്നാൽ പോലെ ജിബ്രീലും മീകായിലും മലക്കുകളും ഞങ്ങൾ വിളിച്ചു കൊടുത്തേക്കും വരണം. കാരണം മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറഞ്ഞമാര് ഞങ്ങളൊക്കെ പല പിന്നാലെ അങ്ങനെ നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഞങ്ങൾക്ക് കഴിവൊന്നും ആണല്ലോ, ഞങ്ങൾ വിളിച്ചു കൊടുത്തേക്കുമ്പോഴുള്ള മലക്കുകൾ വരിക. സഹോദരങ്ങളെ, ഈ പിഴച്ച വിശ്വാസം പേറുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ കീഴിലേക്കാണോ നിങ്ങൾ നിങ്ങളെ മക്കളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കണത്? പരലോകം പോയി കിട്ടും, വേറൊന്നുമില്ല. ഇവർക്ക് അടിമുടി പിഴച്ചിട്ടുണ്ട് പിന്നെ സകല വിശ്വാസവും. മനസ്സിലായോ? ഇനി മറ്റേ ക്ലിപ്പ് തക്കത്തഞ്ചാബ് ജിബ്രീൽ. ജിബ്രീലും മടവൂരും കൂടി ഇങ്ങനെ നടന്നു പോകണം പാടവർഗത്ത് കൂടി ഒരു ദിവസം. അപ്പൊ ജിബ്രീൽ ബാക്കിലാണ്. അപ്പൊ ജിബ്രീലിനോട് മുന്നിൽ കടക്കാൻ വേണ്ടി മടവൂര് പറഞ്ഞ ക്ലിപ്പ് എല്ലാവരും കേട്ടതാണ്, നമ്മളെ കേട്ടു നോക്കി. ശൈഖുനായുടെ ലോകം അങ്ങനെ വലുതാണ്. അവരെ സ്നേഹിച്ചുകൊണ്ട് മുഖറബായിട്ടുള്ള ആളുകളൊക്കെ കടന്നു വരും. കാലഘട്ടത്തിൽ ഔലിയാക്കളൊക്കെ ശൈഖുനാന്റെ സന്നിധിയിൽ വന്നു, മലായിക്കത്ത് വന്നു. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ തന്നെ ശൈഖുനായുടെ സന്നിധിയിൽ വന്നു. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഒരിക്കൽ ശൈഖുന നടക്കുന്ന സമയം പെട്ടെന്ന് ശൈഖുന പറഞ്ഞു, തഖദ്ദം യാ ജിബ്രീൽ, യാ ജിബ്രീൽ തഖദ്ദം. അപ്പൊ ജിബ്രീൽ ശൈഖുനയോട് കൂടെ ഉണ്ട്. ശൈഖുന പിന്നിലാണ് അപ്പോൾ ജിബ്രീൽ നടക്കുന്നത്. ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവമാണിത്. തഖദ്ദം യാ ജിബ്രീൽ, ജിബ്രീലെ മുന്നിൽ കടക്കി. ഇത് ഈ കുട്ടിമല്ല, ഈ കുട്ടി ദജ്ജാലുണ്ടല്ലോ, എന്റെ മണ്ടയിൽ നിർത്ത് പറയല്ലോ. ഇത് റാവിണ്ടുവിന്, ആ റാവിന്നെ പറയട്ടെ, തെളിവില് ഹാജരാക്കുന്നുണ്ട്. ആ റാവിന്നെ പറയട്ടെ എന്താ സംഭവിച്ചു എന്നുള്ളത്. അങ്ങനെ അവിടെ ഞാൻ 10 മണി കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്, മടവൂർക്ക് പോവുകയാണ്. ഈ പുല്ലാളൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് മച്ചക്കുളം എന്ന് പറഞ്ഞ ദർശനം, മച്ചക്കുളമാണ് ദർശന്റെ പേര്, മടവൂരിന് തൊട്ട്. അപ്പൊ മടവൂരിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ ഞാനും കൂടെ ഉണ്ട്. അപ്പൊ മൂപ്പര് യാ ജിബ്രീൽ തഖദ്ദം, യാ ജിബ്രീൽ തഖദ്ദം, മുമ്പിൽ നടക്കുകയാണ് ജിബ്രീലിനോട്. അതില് മടവൂര് അന്തത്തക്കദ്ദം മുബരിന്മാരി, മടവൂരിന് പിന്മാറി അന്തത്തക്കദ്ദം നീയന്റെ നടക്കുന്ന മുമ്പിൽ ജിബ്രീലിനോട് ഞാൻ കൂടെ ഉണ്ട്. ഡയറക്റ്റ് കേട്ട സംഭവം, അനുഭവിച്ചതാ. മടവൂർ വായിന്ന് കേട്ടതേ യാ ജിബ്രീൽ തഖദ്ദം എന്നാണ് ആദ്യം. പിന്നെ മൂപ്പര് കുറച്ചാൽ മൂപ്പര് പിന്മാറി പറഞ്ഞു അന്തത്തക്കദ്ദം ജിബ്രീലിനോട്. അതിലൊക്കെ നമ്മളെ അനുഭവസ്ഥരാണ്. അപ്പൊ ഇയാളും പുല്ലാളൂർന്ന് ഇയാളും മടവൂരും കൂടി ഇങ്ങനെ നടന്നു പോവാണ് മടവൂർക്ക്. അപ്പൊ ഒരു സ്ഥലത്തെത്തി മടവൂര് തഖദ്ദം യാ ജിബ്രീൽ, ജിബ്രീല് നിങ്ങൾ കുറെ നേരം പിന്നിൽ നിൽക്കണു, ഇനി കുറച്ച് മുന്നിൽ കിടക്കി, ഞാൻ പിന്നിൽ കിടക്കാറുണ്ട്. ഇയാൾ മാറി നിന്നതാണ്. ആ മറ്റേ പോയിന്റ് എന്നെ അങ്ങനെ ആസ്മ രോഗികളെ വലിക്കണ മാതിരി ഇടക്കിടക്ക് വലിക്കുന്നുണ്ട് ആ വീഡിയോയില്. ഇത് അത്ഭുതമുള്ള ജിബ്രീലും മടവൂരും കൂടെ നടന്നു പോവാ. തഖദ്ദം യാ ജിബ്രീൽ. ഈ ചങ്ങായി പ്രായം കുറയിക്കണ ഇയാൾക്ക്. ഇനി എന്താ അതിന്റെ സത്യാവസ്ഥ എന്നും കൂടി പറഞ്ഞുതരാം, അത് അടുത്ത ക്ലിപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഷംസുലമിന്റെ വീട്ടിൽ ചെന്ന് ഷംസുലമ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജാമ്യം നിൽക്കുന്ന സമയത്ത് എനിക്ക് ജിബ്രീൽ വരുന്നുള്ള ഷംസുലമിനോട് നേരിട്ട് സംസാരിക്കാൻ മുത്താലിമുക്ക് ധൈര്യമല്ല. ഷംസുലമിനോട് നേരിട്ട് സംസാരിക്കാൻ മുത്താലിമികൾക്കും ധൈര്യപ്പെടുക. എനിക്ക് ജിബ്രീലിനാണ് വരും. ഞാനായ ഷംസുലമിന്റെ ഞാനേ പോകും, ഒരാൾക്കും താരില്ല. അങ്ങനെ അത്ര ബന്ധാണ്. സുഹൃത്തുക്കളെ, ഇതാണ് ഇവരൊക്കെ കറാമത്തിന്റെ കോലം. ഇവർ ജിബ്രീൽ വന്നു, മീകായിൽ വന്നു, മുൻകർ നക്കീർ വന്നു, ഇസ്രാഫീൽ വന്നു, മലക്കൽ മൗത്ത് വന്നു എന്നൊക്കെ പറയണ്ടല്ലോ.
ഇതാണ് ഇതിന്റെ സംഭവം. എന്ത്? ഇയാളെ വിളിക്കല് ജിബ്രീൽ എന്നാണ്. കാരണം ഇയാൾ ഈ കെ അബൂബക്കർ മുസ്ലിയാർ മൊരടനായിരുന്നു. അയാളോട് ആരും നേരിട്ടൊന്നും പറയില്ല, കുട്ടികളൊന്നും പഠിക്കുന്ന കാലത്ത്. അപ്പൊ ഇയാൾക്ക് എന്തൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഈക്കനോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ കുട്ടികൾ ഇയാളോട് പറയും, ഇയാൾ ഈക്കനോട് പോയി പറയും. അപ്പൊ ഒരു മീഡിയേറ്റർ, കുട്ടികളെയും ഈക്കന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ എന്നുള്ളവർക്ക് ഇയാളെ കുറിച്ച് തമാശയിൽ അന്ന് എല്ലാവരും വിളിച്ചിരുന്നത് ജിബ്രീൽ എന്നായിരുന്നു. അയാൾ പറയണ്ട എന്നെ എല്ലാവരും വിളിച്ചിരുന്നത് ജിബ്രീൽ എന്നായിരുന്നു. അത് എല്ലാവർക്കും ഒരാ വിളിപ്പേര്. അപ്പൊ മടവൂർ ഇയാൾ കൂടി പോയ സമയത്ത് മടവൂർ ഇയാളോട് പറഞ്ഞ് തക്കത്തം യാ ജിബ്രീൽ എന്ന് പറഞ്ഞു, ജിബ്രീൽ ഞങ്ങൾ മുന്നിൽ കിടക്കി എന്നുള്ളത്. അപ്പൊ ഇയാൾ വിചാരിച്ച് യഥാർത്ഥ ജിബ്രീൽ അവിടെ ഉണ്ട്, ആ ജിബ്രീലിനോടാണ് മടവൂർ ഇത് പറഞ്ഞത് വിചാരിച്ച് അങ്ങനെ കൊട്ടിഘോഷിച്ചു. അതാണ് തക്കത്തം യാ ജിബ്രീൽ, ജിബ്രീലിനോട് മടവൂർ അങ്ങനെ പറഞ്ഞു എന്ന് പറയണത്. മനസ്സിലായോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞങ്ങനെ പോയി കഴിഞ്ഞാൽ കുറെ നീണ്ടുപോകും. മലക്കുകളിലുള്ള വിശ്വാസത്താണ് അവർക്ക്. നിങ്ങൾ പറയുന്നത് പിഴവ് പറ്റിയിട്ടുണ്ടോ ഇല്ലേ? ഇവരുടെ ചൊൽപ്പടിക്ക്, ഇവരുടെ കൽപ്പനകൾക്ക്, ഇവരുടെ ആജ്ഞകൾക്ക്, ഇവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണോ മലക്കുകൾ? അല്ല എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ പ്രത്യേക ആദരവുള്ള സൃഷ്ടികളാണ് മലക്കുകൾ. അല്ലാതെ ഇവരെ അലവലാദികളായ ഔലിയാക്കൾ എന്ന് പറയുന്ന മാനസിക രോഗികളുടെ മുമ്പ് പോയി കണ്ട് ഓച്ചാനിച്ച് വണങ്ങി നിൽക്കുന്നവരല്ല മലക്കുകൾ. അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പഴച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ മലക്കുകളെ നിന്ദിക്കുകയാണ്. ഇസ്ലാമിക വിശ്വാസത്തെ ഈ പുരോഹിതന്മാർ നിന്ദിക്കുകയാണ്. ആ ഇസ്ലാമിക നിന്ദയിൽ സാധാരണക്കാരായ സമസ്തക്കാരെ നിങ്ങൾ തലവെച്ച് കൊടുക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി വരും. റസൂലുകളുടെ വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.